ഹലോ മക്കളെ, എല്ലാവരും കാത്തിരുന്ന ICAR കൗൺസിലിംഗ് ഇത്തിരി ലേറ്റ് ആയെങ്കിലും ഇത്തിരി അധികം ലേറ്റ് ആയെങ്കിലും ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ICAR കൗൺസിലിംഗിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് വെബ്സൈറ്റ് തന്നെയാണ് ഈ വട്ടം എന്ത് ചെയ്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. ആ വെബ്സൈറ്റും കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തുടർന്നുള്ള വീഡിയോസും ഞാൻ എന്ത് ചെയ്യാം, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യാൻ ഞാൻ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യാം. ഇതിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം ഇതിൽ അറിയിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അഥവാ ഇതിൻ്റെ നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ടീസിൽ ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കി നിങ്ങൾ ഈ പബ്ലിക് നോട്ടീസ് നോക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അഗ്രികൾച്ചർ അഥവാ ഇന്റർ അഗ്രികൾച്ചർ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ICAR അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോർട്ടൽ 2-ാം തീയതി തൊട്ട്, അതായത് ഇന്ന് തൊട്ട് 8-ാം തീയതി വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ആകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ 2-ാം തീയതി അതായത് ഇന്ന് തൊട്ട് 8-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. സോ ഇന്ന് തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ തന്നെ കാണാം. www.icrcounseling.com എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് പുതിയ വെബ്സൈറ്റാണ്. കഴിഞ്ഞ വർഷം ICARadmissions.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആയിരുന്നു. സോ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് പ്രകാരമായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ UGയുടെ അഡ്മിഷൻ ആദ്യം നടക്കും. ഇത് കഴിഞ്ഞിട്ട് PGയുടെയും PhDയുടെയും അഡ്മിഷൻ എന്ത് ചെയ്യും, ഇതേ വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും നടക്കുക എന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഈ നോട്ടീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർ വിഷയത്തിലോട്ട് വരാം. നിങ്ങൾ ICAR അഡ്മിഷൻസിന് വേണ്ടി ICARലെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ അത് ന്യൂ രജിസ്ട്രേഷൻ, ആപ്ലിക്കൻറ്റ് ലോഗിൻ, യൂണിവേഴ്സിറ്റി ലോഗിൻ എന്ന് പറഞ്ഞ ഈ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ യൂണിവേഴ്സിറ്റി ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അത് യൂണിവേഴ്സിറ്റിക്കാർക്കുള്ളതാണ്. യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് അവർ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റി ലോഗിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. ആപ്ലിക്കൻ ലോഗിൻ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. സോ ആപ്ലിക്കൻ ലോഗിൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ കഴിയും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതേപോലെ സെക്യൂരിറ്റി കോഡ്, സെലക്ട് എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ കഴിയും. സോ ഇത് നിങ്ങൾ ചെയ്യണം. പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആദ്യം ചെയ്യേണ്ടത്. സോ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോവുക. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനിവിടെ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ സെലക്ട് എൻട്രൻസ് എക്സാമിനേഷൻ എന്ത് കൊടുക്കാം, ക്വാളിഫൈഡ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് CUT ICAR UG എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് CUT ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് CUTയിലുള്ള റോൾ നമ്പർ, നിങ്ങളുടെ അവിടെ തന്നെ റോൾ നമ്പർ ഉണ്ടാവും, റോൾ നമ്പർ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു പാസ്വേഡ് എന്ത് ചെയ്യും, നിങ്ങൾ എൻ്റർ ചെയ്ത പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യുക. ഈ പാസ്വേഡ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലോഗിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ടായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ദെൻ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ 7+4 എത്രയാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം. ഓക്കെ, സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. നെക്സ്റ്റ് പേജിനകത്ത് എന്തായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഡോക്യുമെൻറ്റ്സിൻ്റെ സബ്മിഷൻ, ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇതിപ്പോൾ എനിക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ കൗൺസിലിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഞാൻ എന്ത് ചെയ്യാം, എടുത്തിട്ട് ഞാൻ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോസ് ഞാൻ ചെയ്യാം. ഓക്കെ, സോ അതിലൂടെ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ധൃതി പിടിച്ച് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കാര്യങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പലവട്ടം പല വീഡിയോസിൽ കൂടെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജസിലൂടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വെച്ചിട്ടുള്ളവർക്ക് ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം 8-ാം തീയതിക്കുള്ളിൽ റെഡിയാക്കാൻ നോക്കുക. ഓണം സമയം കൂടെയാണ്, ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം. സോ ആ കാര്യങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യാം പറ്റുവാണെങ്കിൽ ഒരു ലൈവും കൂടെ വരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.